സോഷ്യൽ മീഡിയയിൽ യുവതീയുവാക്കൾക്കിടയിൽ തരംഗം തീർക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ. വിവിധ പ്ലാറ്റ്ഫോമുകൾ വഴി പാർട്ടി അംഗത്വമെടുത്തവരുടെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയെന്നാണ് സൂചന. 2026 മെയ് 16 രൂപമെടുത്ത സോഷ്യൽ മീഡിയ പാർട്ടിയിൽ ഇതിനകം 3.5 ലക്ഷത്തിലധികം പേർ സ്വന്തം പേരുവിവരങ്ങൾ രേഖപ്പെടുത്തി അംഗത്വമെടുത്തിട്ടുണ്ട്. ഇനി ഇവരും കേന്ദ്ര ഇന്റലിജൻസിന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിൽപ്പെടും. ബംഗ്ലാദേശിലും നേപ്പാളിലും കലാപമായി മാറിയ ജൻസി പ്രക്ഷോഭം പോലെ ഇന്ത്യയിലും ഇത്തരമൊരു മൂവ്മെന്റിന് കളമൊരുക്കാനുള്ള പ്ലാറ്റ്ഫോമായി കോക്രോച്ച് ജനതാ പാർട്ടി മാറിയേക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇന്ത്യ വിരുദ്ധ ശക്തികൾ കൂടി ഈ മൂവ്മെന്റിനു വേണ്ട പിന്തുണ രഹസ്യമായി നൽകാനുള്ള സാധ്യതയും സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. പരിഹാസരൂപേണ തുടങ്ങിയ ഈ മൂവ്മെന്റ് ചെറുപ്പക്കാരെ ആകർഷിക്കുകയും തുടർന്ന് കെട്ടുറപ്പുള്ള ഭരണവ്യവസ്ഥയെ എതിർക്കുന്നവരുടെ കൂട്ടമായി മാറ്റിയെടുക്കാനും ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് കഴിയും. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് IT ആക്ടിലെ സെക്ഷൻ 69A പ്രകാരം കേന്ദ്ര സർക്കാർ എക്സ് അക്കൌണ്ട് മരവിപ്പിച്ചത്. മണിക്കൂറുകൾക്കകം ഇൻസ്റ്റ അക്കൌണ്ട് വഴി കോക്രോച്ച് പാർട്ടി രംഗത്തുവന്നതും മികച്ച വെബ്സൈറ്റ് അടക്കമുള്ളത് ധ്രുവീകരിച്ചതും വെറും പരിഹാസത്തിനു വേണ്ടിയല്ലെന്നു തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കരുതുന്നത്. അതുകൊണ്ടുതന്നെ അംഗങ്ങളാകുന്നവരും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രചരണം ഏറ്റെടുക്കുന്നവരുമെല്ലാം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റഡാറിലാണെന്നതാണ് വസ്തുത. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ. സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.